ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ മറ്റൊരു നേതാവിന് കൂടി വെടിയേറ്റു. നാഷണൽ സിറ്റിസൺ പാർട്ടിയിലെ മുതിർന്ന തൊഴിലാളി നേതാവ് മുഹമ്മദ് മൊത്താലബ് സിദ്കറിന് നേരെയായിരുന്നു വധശ്രമം. ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. രാജ്യത്ത് കലാപം തുടരുന്നതിനിടെയാണ് വീണ്ടും മറ്റൊരു പ്രധാന നേതാവിന് നേരെയുള്ള ആക്രമണം. അജയ് സുധ ബിജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഏത് രീതിയിൽ ഇത് രാജ്യത്തെ ബാധിക്കും? അശ്വതി, ഒരാഴ്ചക്കിടെ ബംഗ്ലാദേശിലുള്ള ഒരു നേതാവിനെതിരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ഇപ്പോൾ നിലവിൽ ആക്രമണം നടന്നിരിക്കുന്നത് നാഷണൽ സിറ്റിസൺ പാർട്ടിയിലെ ഒരു തൊഴിലാളി നേതാവിനാണ്. 42 വയസ്സായിരുന്നു. മുഹമ്മദ് മൊത്താലബ് സിദ്ദർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിലൂടെ പരിക്കേറ്റത്. കഴിഞ്ഞ വർഷം നടന്ന ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ മുൻനിരയിൽ നിന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച ഈ മേഖലയിൽ ഒരു തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു റാലി നടത്താനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തലയ്ക്കാണ് വെടിയേറ്റത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഗുരുതരമായി ചികിത്സയിലാണ്. മറ്റ് മരണത്തിലേക്കൊന്നും പോയിട്ടില്ല. തലയോട്ടിയുടെ ഒരു ഭാഗത്ത് ഈ വെടിയുണ്ട തട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. മറ്റ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെയോ മറ്റൊന്നും ബാധിച്ചിട്ടില്ലെന്നാണ് നിലവിൽ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകിയെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടാമതൊരാൾക്കും കൂടി ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു വെടിയേൽക്കുന്നത്. ഉസ്മാൻ ഖാദി അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു രണ്ടുപേർ മോട്ടോർ സൈക്കിളിലെത്തി തലയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത്. അതുപോലെ തന്നെ വെടിയേറ്റാണ് മറ്റൊരു നേതാവ് കൂടി നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. ഉസ്മാൻ ഖാദിയും ഇതുപോലെ ആദ്യഘട്ടത്തിൽ ചികിത്സയിലായിരുന്നു. തുടർ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് എത്തിച്ച സമയത്തായിരുന്നു മരണം സംഭവിച്ചത്. അതിനുശേഷമായിരുന്നു രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കത്തിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും പ്രതിഷേധങ്ങളൊന്നും അയഞ്ഞിട്ടില്ല. നിലവിലും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് മറ്റൊരു മുതിർന്ന നേതാവിനെതിരെ കൂടി നിലവിൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ നിലവിൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രത പല ഭാഗങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:45 ഈ ആക്രമണം. ശരി അജയ്.